സംസ്ഥാനം നേരിടുന്ന അസാധാരണമായ മഴക്കെടുതി തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഇന്നലെയും മഴയും അതേ തുടർന്നുള്ള ദുരിതങ്ങളും തുടർന്നു. 3 ദിവസങ്ങളിലായി 20ഓളം മരണങ്ങളുണ്ടായി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 50ഓളം വീടുകൾ പൂർണ്ണമായും 300ഓളം ഭാഗികമായും തകർന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളെയും മഴക്കെടുതി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ കുറെ വർഷങ്ങളായി പതിവാണെങ്കിലും മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും വഴിയാണ് നാം അതിന്റെ ആഘാതം കുറയ്ക്കാറുള്ളത്. പ്രളയ സാഹചര്യം മുൻകൂട്ടി കാണുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ, ത്രിതല ഭരണ സംവിധാനങ്ങൾ എന്നിവയും സാമൂഹ്യ സന്നദ്ധ സംഘടനകളും കൂട്ടായി നടത്തിയാണ് ദുരന്തത്തിന്റെ ആഘാതത്തെ നാം നേരിട്ടിരുന്നത്. കൃത്യമായ മുന്നറിയിപ്പ്, അതിലൂടെ ജനങ്ങളെ ജാഗരൂകരാക്കുക, ദുരന്തമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നിവയാണ് ചെയ്തു പോന്നിരുന്നത്. എന്നാൽ ഇത്തവണ എല്ലാം പാളിയെന്നാണ് സാഹചര്യങ്ങൾ തെളിയിക്കുന്നത്. അതിൽ പ്രധാനം മുന്നറിയിപ്പുകൾ യഥാസമയം നൽകിയില്ല എന്നതാണ്. വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ മഴ പെയ്ത്ത് ആരംഭിച്ചിരുന്നുവെങ്കിലും മുന്നറിയിപ്പുണ്ടായത് അന്ന് അർദ്ധരാത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് പലരും ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത്. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് പുറത്തു കടക്കാനാകാത്ത സ്ഥിതിയായിരുന്നു. ഗ്രാമങ്ങളും നഗരങ്ങളും പാതകളുമെല്ലാം വെള്ളത്തിനടിയിലായപ്പോഴാണ് അധികൃതർ ഉറക്കമുണർന്നത്. സാധാരണ ജൂൺ മുതലുള്ള മാസങ്ങളിൽ മഴക്കെടുതി പ്രതീക്ഷിച്ചുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നടത്താറുള്ളതായിരുന്നു. പ്രളയബാധിത മേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റുക, ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കുക, അവിടെ എത്തുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിവയൊക്കെയാണ് അതിന്റെ ഭാഗമായി നടക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യങ്ങളിൽ ഉണ്ടായതെന്നാണ് ദുരിതബാധിത മേഖലകളിലുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്. ഈ വീഴ്ച മറച്ചുവെക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് ഉന്നതതല യോഗങ്ങൾ ചേർന്നിരുന്നുവെന്നൊക്കെ മന്ത്രിമാരും മറ്റും വിശദീകരിക്കുന്നുണ്ട്. വാദത്തിനത് സമ്മതിച്ചാലും ഫലപ്രദമായില്ലെന്ന അനുഭവങ്ങളാണ് പ്രളയബാധിത മേഖലകളിലുള്ളവർ പങ്കുവച്ചത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി, ആറന്മുള മേഖലകളിലുള്ളവർ ഈ അനാസ്ഥയുടെ ഇരകളാണ്. ഡാമുകൾ തുറന്നുവിടുന്നുവെന്നും ജാഗ്രത പാലിക്കണമെന്നുമുള്ള മുന്നറിയിപ്പ് വൈകിയതിനാൽ മാത്രം ഈ മേഖലയിൽ വൻ നാശമുണ്ടായി. കടകളിലും വീടുകളിലുമുള്ളവർ ഒഴിഞ്ഞുപോകുക മാത്രമല്ല, വീട്ടുപകരണങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളിലെ സാധനങ്ങളും മാറ്റുന്നതിന് അവസരമുണ്ടായില്ല. പ്രളയം ബാധിച്ച എല്ലാ ഭാഗങ്ങളിലെയും വീട്ടുടമസ്ഥരും കച്ചവടക്കാരും ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയുണ്ടായ ആദ്യ 2 ദിവസങ്ങളിലെയും സർക്കാർ സംവിധാനത്തിന്റെ അനാസ്ഥ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനം. 2 ദിവസവും അദ്ദേഹം വ്യക്തിപരവും സ്വകാര്യവുമായ പരിപാടികളിലായിരുന്നു. ദുരന്ത മേഖലകളിൽ നേരിട്ടെത്തുന്നതിനോ നേതൃത്വം നൽകുന്നതിനോ സമയം കണ്ടെത്തിയില്ലെന്നത് അതിന്റെ തെളിവാണ്. ഇന്നലെ 3ാം ദിവസമാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് ഔദ്യോഗികമായി പ്രതികരണമുണ്ടായതെന്നതും ഗൗരവമേറിയ വീഴ്ച തന്നെയാണ്. അവിടെ പോലും പതിവ് വാചാടോപങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ദേശീയ കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്താനും അദ്ദേഹം മടിച്ചില്ല. വീഴ്ച ഉന്നയിച്ചവരോട് കുപിതനാകുന്നതും കണ്ടു. ദുരിതബാധിത മേഖലയിലെത്തിയ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാകട്ടെ തങ്ങളുടെ വീഴ്ച മറച്ചുവെക്കുന്നതിന് ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നില്ലെന്നും നൽകാത്ത മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഫലപ്രദമായി പ്രവർത്തിച്ചതായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും. ഇത്തവണ അവ രണ്ടും അലങ്കോലമായി കിടക്കുകയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ മുഖ്യ മേൽനോട്ടം വഹിക്കേണ്ട റവന്യൂ വകുപ്പിലെ ആയിരക്കണക്കിന് ജീവനക്കാരെ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ സ്ഥലം മാറ്റിയതിനാൽ മിക്ക റവന്യൂ ഓഫീസുകളും നാഥനില്ലാത്ത അവസ്ഥയിലാണ്. 2583 ജീവനക്കാരെയാണ് വിവിധ ഘട്ടങ്ങളിലായി സ്ഥലം മാറ്റിയത്. മുന്നൊരുക്കങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കുകയും ചെയ്യേണ്ട വില്ലേജ് ഓഫീസുകളെയാണ് കൂട്ടസ്ഥലം മാറ്റങ്ങൾ കാര്യമായി ബാധിച്ചത്. ഭരണമാറ്റമുണ്ടാകുമ്പോൾ ഈ നടപടി സ്വാഭാവിക പ്രക്രിയയാണെന്നാണ് വാദമെങ്കിലും വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ സ്ഥലം മാറ്റത്തിന് വിധേയമായപ്പോൾ അടിസ്ഥാന ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ട ഓഫീസുകളുടെ പ്രവർത്തനങ്ങളാണ് താളം തെറ്റിയത്. ഇത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ച സുപ്രധാന ഘടകങ്ങളിലൊന്നായി. LDF സർക്കാരിന്റെ കാലത്തുണ്ടായ നേരിയ വീഴ്ചകൾ പോലും പെരുപ്പിച്ചു കാട്ടാൻ ശ്രമിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായപ്പോൾ വീഴ്ചകളുടെ മഹാപ്രളയം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്നത് രാഷ്ട്രീയ പ്രസ്താവനയല്ല, കേരളം അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്.